ആമുഖവും അസംസ്കൃത വസ്തുക്കളും. കൊറിയയിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളായ പിഒഎസ്കോയുടെ പ്ലാന്റിനാണ് ഇപ്പോൾ നമ്മൾ. ഉൽപാദനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറികൾ ഒന്നാണിത്. അയിര് ഇറക്കുമതി. കപ്പലുകൾ വഴി എത്തുന്ന ഇരുമ്പയിരും കൽക്കരിയുമാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഭീമാകാരമായ ക്രെയിനുകളും ബക്കറ്റുകളും ഉപയോഗിച്ച് മണിക്കൂറുകൾ എടുത്താണ് ഇവ കപ്പലിൽ നിന്ന് ഇറക്കുന്നത്. കൺവയർ ബെൽറ്റ്. ഇറക്കിയ അയിര് കിലോമീറ്ററുകളോളം നീളമുള്ള കൺവയർ ബെൽറ്റുകൾ വഴി ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. സിൻഡറിംഗ് പ്രക്രിയ. സിൻഡറിംഗ്. അയിര് പൊടി രൂപത്തിനായതിനാൽ നേരിട്ട് ഉരുക്കാൻ കഴിയില്ല. അതിനാൽ സിൻഡറിംഗ് എന്ന പ്രക്രിയയിലൂടെ ഈ പൊടിയെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഇത് സ്റ്റീലിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ അത്യാവശ്യമാണ്. കൽക്കരി സംസ്കരണം. ഇരുമ്പ് ഉരുക്കാൻ കൽക്കരി നേരിട്ട് ഉപയോഗിക്കില്ല. പകരം കൽക്കരിയെ സംസ്കരിച്ച് കോക്ക് ആക്കി മാറ്റുന്നു. ഇതിനായി 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ഫർണസുകളാണ് ഉപയോഗിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിലെ മാന്ത്രികത. ഉരുക്കൽ പ്രക്രിയ. സംസ്കരിച്ച കോക്കും ലെയറുകളായി വലിയ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിറക്കുന്നു. താഴെ നിന്ന് 1500 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കാറ്റ് അകത്തേക്ക് കടത്തിവിടുമ്പോൾ രാസപ്രവർത്തനത്തിലൂടെ ഇരുമ്പ് ഉരുകി താഴേക്ക് ഒഴുകുന്നു. മോൾട്ടൻ സ്റ്റീൽ. ഉരുകിയ ദ്രാവക രൂപത്തിലുള്ള സ്റ്റീൽ ട്രെയിൻ വഴി അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റുന്നു. ശുദ്ധീകരണവും കാസ്റ്റിങ്ങും. അഴുക്ക് നീക്കം ചെയ്യൽ. ഉരുകിയ സ്റ്റീലിലെ മാലിന്യങ്ങളെ സ്ലാഗ് നീക്കം ചെയ്യുന്നു. ഈ മാലിന്യങ്ങൾ പിന്നീട് സിമൻറ്റ് നിർമ്മാണത്തിനും ടാർ ഇടുന്നതിനും ഉപയോഗിക്കുന്നു. കാസ്റ്റിംഗ്. ശുദ്ധീകരിച്ച ദ്രാവക സ്റ്റീലിനെ ഉറപ്പുള്ള ലോഹക്കട്ടികളാക്കി മാറ്റുന്ന ഘട്ടമാണിത്. ഇതിനെ ബ്ലൂം എന്ന് വിളിക്കുന്നു. വയർ റോഡുകളുടെ നിർമ്മാണം. ചൂടാക്കലും രൂപമാറ്റവും. വലിയ ബ്ലൂം കട്ടകളെ വീണ്ടും ചൂടാക്കി മെലിഞ്ഞ ബ്ലീലെറ്റുകൾ ആക്കി മാറ്റുന്നു. റോളിംഗ് മിൽ. ഈ ബില്ലെറ്റുകളെ വീണ്ടും ചൂടാക്കി കറങ്ങുന്ന റോളറുകൾക്കിടയിലൂടെ കടത്തിവിട്ട് വളരെ നീളമുള്ള വയർ റോഡുകളാക്കി മാറ്റുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന വയർ റോഡുകളാണ് പിന്നീട് നട്ടുകൾ, ബോൾട്ടുകൾ, ടയർ കമ്പികൾ, ബിയറിങ്ങുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ ഓരോ റോളറിൻ്റെയും തൂക്കം നോക്കിയ ശേഷം അവ ട്രക്കുകളിൽ കയറ്റി അയക്കുന്നു. ശ്രദ്ധേയമായ ഒരു കാര്യം, 2050 പരിസ്ഥിതി സൗഹൃദമായ 100% ഹൈഡ്രജൻ അധിഷ്ഠിത സ്റ്റീൽ നിർമ്മാണ സംവിധാനം കൊണ്ടുവരാൻ പിഒഎസ്കോ ലക്ഷ്യമിടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.